നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ജനാധിപത്യ ഭാരതത്തിൽ വിധിയെഴുത്ത് രണ്ടാം ഘട്ടം. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 88 മണ്ഡലങ്ങൾ ബൂത്തിലേക്ക്. രാജ്യത്താകെ 1202 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഒറ്റത്തവണ വോട്ടെടുപ്പ്. 194 സ്ഥാനാർത്ഥികളുടെ ജനകീയ വിധി നിശ്ചയിക്കും. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ 14 പേർ മത്സരിക്കുന്ന കോട്ടയം, ഏറ്റവും കുറവ് 5 പേർ മത്സരിക്കുന്ന ആലത്തൂർ. 2,77,49,159 പേർ വെള്ളിയാഴ്ച ബൂത്തിലെത്തും. കന്നി വോട്ടർമാർ 5,34,394 പേർ. ജനമനം രേഖപ്പെടുത്താനുള്ള ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത വോട്ടിംഗ് മെഷീനുകളും പോളിംഗ് സാമഗ്രികളും ബൂത്തുകളിൽ. തൃശൂർ ജില്ലയിൽ 13 നിയോജക മണ്ഡലങ്ങളിലായി 26,67,221 വോട്ടർമാർ ജനാധിപത്യ പ്രക്രിയയിൽ കണ്ണികളാകും. വനിതകൾക്ക് മേൽക്കൈ. എണ്ണം 13,93,003. ജില്ലയിൽ പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണം 48. വടക്കാഞ്ചേരിയിൽ 2. തിരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിനത്തിൽ ആലത്തൂരിൽ ആയുധ വിവാദം. കെ രാധാകൃഷ്ണന്റെ കൊട്ടിക്കലാശ യാത്രക്കിടെ കാറിൽ ആയുധങ്ങളുമായി പ്രവർത്തകരുടെ സഞ്ചാരമെന്ന് UDF. തോന്നൂർക്കര പാറപ്പുറത്ത് ആയുധങ്ങൾ വാഹനത്തിൽ നിന്നിറക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വലതുമുന്നണി. തിരഞ്ഞെടുപ്പിൽ ആക്രമണം നടത്താനുള്ള ഗൂഢനീക്കമെന്ന് ആരോപണം. പരാജയ ഭീതിയിൽ മന്ത്രിയുടെ പരസ്യ പിന്തുണയെന്ന് കുറ്റപ്പെടുത്തൽ. പോലീസിൽ പരാതി. ചേലക്കരയിൽ ഇടത് പ്രചരണ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ പുറത്തിറക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ LDFനും മന്ത്രി രാധാകൃഷ്ണനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് രംഗത്ത്. മന്ത്രിക്ക് ക്രിമിനൽ ബന്ധമെന്ന് രമ്യ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ക്ഷേമമന്വേഷിച്ച് വിയ്യൂർ ജയിലിലെത്തിയ രാധാകൃഷ്ണനിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും രമ്യ. ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമമെന്നും ആരോപണം. പരാജയം ഉറപ്പായപ്പോൾ ആലത്തൂരിൽ UDF നുണക്കോട്ട കെട്ടുകയാണെന്ന് LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. ഫ്ലക്സ് കെട്ടാൻ ഉപയോഗിച്ച പണിസാധനങ്ങളെ ആയുധങ്ങളാക്കി പർവ്വതീകരിക്കുന്നു. കഴിഞ്ഞ തവണ നടത്തിയ നുണപ്രചരണത്തിന്റെ തനിയാവർത്തനമെന്നും ആരോപണം. തന്നെ ദാവൂദ് ഇബ്രാഹിമിന്റെ അനുയായി എന്ന് പറയാനും മടിക്കില്ലെന്നും രാധാകൃഷ്ണൻ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ഹർജിയിലാണ് വിശദീകരണം തേടിയത്. BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയും BJP ദേശീയ നേതാവുമായ ശോഭ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി ദല്ലാൽ TG നന്ദകുമാർ. ശോഭ സുരേന്ദ്രൻ ഓട്ടുപാറ കുമരനെല്ലൂരിൽ വിൽക്കാൻ വെച്ച ഭൂമി അനധികൃതമായി നേടിയെടുത്തത്. തന്നെ കബളിപ്പിച്ചാണ് 10 ലക്ഷം രൂപ തട്ടിയെടുത്തതെന്നും ആരോപണം. നന്ദകുമാറിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ശോഭ. നടന്നത് സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണം. ശബരിമല വിമാനത്താവളത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള ഗോസ്പൽ ഫോർ ഏഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് സ്റ്റേ. ജസ്റ്റിസ് ബിജു അബ്രാഹം അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. പഴയന്നൂരിൽ വീട്ടമ്മയുടെ മരണത്തിൽ അങ്കണവാടി വർക്കർ അറസ്റ്റിൽ. ചെറുകര കല്ലിങ്ങൽക്കുടിയിൽ അനിത ലാലിന്റെ മരണത്തിലാണ് അറസ്റ്റ്. പ്രേരണാകുറ്റം ചുമത്തിയാണ് 56-കാരി ഹരിതയെ അറസ്റ്റ് ചെയ്തത്. പാർലിക്കാട് കിഴക്കുമുറിയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 38-കാരൻ വിപിന്റെ മൃതദേഹമാണ് കിടപ്പുമുറിയിൽ കണ്ടെത്തിയത്. ആലുവയിൽ ബലിതർപ്പണത്തിനിടെ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുഴഞ്ഞു വീണ് മരിച്ചു. ബീന സുധാകരനാണ് മരണമടഞ്ഞത്. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയോട് പാലക്കാട് സ്വദേശി അപമര്യാദയായി പെരുമാറിയതായി ആരോപണം. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വ്ളോഗറായ വിദേശ വനിതയുടെ വെളിപ്പെടുത്തൽ. പോലീസ് അന്വേഷണം ആരംഭിച്ചു.
പാവങ്ങളുടെ പിതാവിന് എയ്ഡ്സ് രോഗികളുടെ അഭയ കേന്ദ്രമായ മാർ കുണ്ടുകുളം മെമ്മോറിയൽ ഗ്രേസ് ഹോമിന്റെ ഓർമ്മപ്പൂക്കൾ. പിതാവിന്റെ 26ാം വാർഷിക അനുസ്മരണം നടന്നു. ഗ്രേസ് ഹോമിൽ കൃതജ്ഞതാബലി, രജത ജൂബിലി വർഷ സമാപനവും കുടുംബദിനവും വർണ്ണാഭം. പൊതുസമ്മേളനത്തിൽ ഒട്ടേറെ പ്രമുഖർ. കലാവിരുന്നും സ്നേഹവിരുന്നും നടന്നു.